ഒരു കഥ ചൊല്ലട്ടുമാ. നമ്മൾ റീസെൻ്റ്ലി ചെയ്ത ഒത്തിരി അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടിയ ഒരു ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറിയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്ന ഈ ജൂൺ ജൂലൈ മാസം നമ്മുടെ ഓഫ് സീസൺ ആണല്ലോ. ഈ സമയത്ത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ള 2 മാസത്തെ ആലോചനയ്ക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊരു ഷൂട്ട് പ്ലാൻ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി ഇങ്ങനെയുള്ള ഷൂട്ട് ഐഡിയാസ് ഒക്കെ വരുമ്പം പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്ന 1-2 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ പരിചയത്തിൽ. അവരുടെ അടുത്താണ് ഞാൻ ആദ്യം ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ അഭിനന്ദിനോട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭി ഫ്രീ ആണോ, ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ടൈം ഫ്രീ ആയിട്ടുണ്ടോ എന്നൊക്കെ. അബിയുടെ സൈഡിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേണ്ടതൊരു മോഡലിനെയാണ് അല്ലേ. ഈ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ചിത്രയായിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ബട്ട് ആളിപ്പോൾ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടിയത്, ലീവ് ഉണ്ടാവോ, ഇപ്പോൾ ഷൂട്ട്സ് ചെയ്യാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. മുമ്പ് നമ്മൾ ഒത്തിരി തവണ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ചിത്ര. സോ ആൾക്ക് മെസ്സേജ് ചെയ്തപ്പം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സെക്കൻഡ് സാറ്റർഡേ ഓർ 4th സാറ്റർഡേ വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വരാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തോന്നി. സോ നമ്മൾ ഫൈനലി 4th സാറ്റർഡേ പ്ലാൻ ചെയ്തു. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ളത് 2 ആഴ്ചയാണ്. സാരി, ജ്വല്ലറി തുടങ്ങി A to Z കാര്യങ്ങളും നമ്മൾ ഈ ഒരു ടൈം കൊണ്ട് വേണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സാരി ഹണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ആമസോണിൽ കയറി തപ്പാൻ തുടങ്ങി. നമുക്കൊരു നല്ല ബനാറസി റിച്ച് ലുക്കുള്ള സാരി ആയിരിക്കണം. കോസ്റ്റ് വൈസ് വളരെ കുറവായിരിക്കണം. കുറച്ച് നേരത്തെ സെർച്ചിങ്ങിന് ശേഷം നമുക്ക് വേണ്ട ടൈപ്പ് ഒരു സാരി കിട്ടി. ഇനി അത് കൈ കിട്ടുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ബട്ട് എന്നിരുന്നാലും നമ്മൾ അതിലേക്ക് വേണ്ട കുറച്ച് ലേസ് കാര്യങ്ങൾ, പിന്നെ അതിലേക്ക് ഒരു ദുപ്പട്ട വേണം, വർക്ക് ചെയ്യാൻ അതിന് ബോർഡേഴ്സ് വെക്കാൻ ലേസ് വേണം. സോ അതൊക്കെയാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. ആ ഡ്യൂട്ടി ചെയ്ത് തന്നെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന പിള്ളേരാണ് കേട്ടോ മീനും വിസ്മയും. അവരാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ SM സ്ട്രീറ്റിൽ പോയി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ബ്ലൗസിലെ വർക്ക് സ്വന്തക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ. എന്നിലും വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒരുവിധം ഒപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാക്സിമം ചിലവ് ചുരുക്കി ഈ ഷൂട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ബ്ലൗസ് തയ്ക്കുന്ന കാര്യത്തിൽ പിന്നെ എനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അമ്മയാണ് എൻ്റെ എല്ലാ ഷൂട്ടുകൾക്കും ഏത് ഔട്ട്ഫിറ്റ് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് ഞാൻ അയച്ചു കൊടുത്താലും അതുപോലെ അടിച്ചു തരുന്നത് അമ്മയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ കോസ്റ്റ്യൂം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാരി, ബ്ലൗസ്, ദുപ്പട്ട ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് ഫൈനൽ ലുക്കിൽ. സോ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ.